ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റവ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. സാധാരണ നമ്മൾ പുഡിങ്ങൊക്കെ കട്ടയാകാൻ വേണ്ടിയിട്ട് ചൈനാഗ്രാസോ ജലാറ്റിനോ അല്ലെങ്കിൽ കുറച്ച് കോൺഫ്ലവറൊക്കെ ചേർത്ത് കൊടുക്കും അല്ലേ. അതൊന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കുന്ന ഒരു പുഡിങ്ങാണ്. എല്ലാവരും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ 1 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ചെറിയൊരളവിലാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ എല്ലാതും ഡബിളായിട്ട് എടുത്തിട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. പാലിപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വറുത്ത റവയായാലും കുഴപ്പമില്ല, വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ റോസ്റ്റഡ് റവയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. 1 കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ മതിയാവും. അധികം ചേർത്ത് കഴിഞ്ഞാൽ പുഡിങ് ഒരുപാട് അങ്ങ് തിക്കായി പോകും കേട്ടോ. അപ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. ഇനി ഞാനൊരു അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർക്കുന്ന സമയത്ത് ഈ ഒരു റവയും പാലും മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നെയ്യുടെ. അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ആ ഒരു തരിക്കഞ്ഞിയുടെ ആ ഒരു സ്മെല്ലൊക്കെ ആയിരിക്കും കിട്ടുക. പക്ഷേ പുഡിങ് കഴിക്കുന്ന സമയത്ത് നമുക്കിത് റവയാണെന്ന് പോലും തോന്നില്ല കേട്ടോ. അത്രയും നല്ല ടേസ്റ്റിലായിരിക്കും കിട്ടുക. അപ്പോൾ റവ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ റവ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട കെട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ റവയൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റൊക്കെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചാൽ മതി. അപ്പോഴേക്കും തന്നെ റവയൊക്കെ നന്നായിട്ട് വീർത്ത് വരും. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് തിക്കാവരുത് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു ലൂസിൽ തന്നെ കിട്ടണം. ഒരുപാട് തിക്കായിട്ടല്ല ഈ ഒരു പാലിൻ്റെ മിക്സ് ഉള്ളത്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. റവ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ പുഡിങ് അതുപോലെ തന്നെ ഭയങ്കര തിക്കായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല ലൂസായിട്ട് തന്നെ കിട്ടണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ആ സമയത്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് ആ ഒരു പാത്രം നെയ്യൊക്കെ ഒന്ന് പുരട്ടി സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു കേക്ക് ടിന്നാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് ടിൻ തന്നെ എടുക്കണം എന്നില്ല. ഇതുപോലെയുള്ള ചെറിയ പുഡിംഗ് ട്രേ ഉണ്ടെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ ചെറിയ സ്റ്റീലിൻ്റെ പാത്രം ആയാലും മതി. അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്ലാസിൻ്റെ ബൗളായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ടിന്നിൻ്റെ അടിഭാഗം കണ്ടില്ലേ, ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ അടിഭാഗത്ത് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് കുറച്ച് ലൂസായിട്ടുള്ള ഒരു പുഡിംഗ് മിക്സ് ആണ്. അതുകൊണ്ട് തന്നെ താഴേക്ക് ലീക്കായി പോകും. അപ്പോൾ നമുക്ക് ഏത് പാത്രത്തിലായാലും കുറച്ച് നെയ്യോ ബട്ടറോ ഒന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ. നമുക്കിത് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് പുരട്ടി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിൻ്റെ അടിയിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ബട്ടർ പേപ്പർ വെക്കണമെന്ന് നിർബന്ധമില്ല. ഇതുപോലെയുള്ള ഒരു കേക്ക് ടിൻ ആയതുകൊണ്ടാണ് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പാലും റവയും മിക്സ് ചെയ്ത് വെച്ചത് ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് ഞാനൊരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പാലെടുത്തിട്ട് ചെയ്യുന്നതിലേക്ക് 1 മുട്ട മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് ആ ഒരു പാലിൻ്റെ റവയുടെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ചൂടാറിയിട്ടില്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് എല്ലാം കൂടി പുറത്തേക്ക് തെറിക്കും കേട്ടോ. അതുകൊണ്ട് ചൂടോട് കൂടി നമ്മൾ ഒരിക്കലും മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കരുത്. കുറച്ച് ചൂടാറിയതിന് ശേഷം മാത്രം അടിച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ആ ഒരു പാലും മുട്ടയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സായി കിട്ടണം. അപ്പോൾ 1 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാവും. ഇതിനെ നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ കേക്ക് ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. കാരണം നമ്മളിത് ആവി പാത്രത്തിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ആവി കയറ്റുമ്പോൾ വെള്ളം ഈ പുഡിങ്ങിലേക്ക് ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ആവി പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ആവി പാത്രത്തിൽ നമ്മൾ താഴത്തെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടാവണം. തിളച്ചതിന് ശേഷമായിരിക്കണം നമ്മളിത് വെക്കേണ്ടത്.
ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊരു 30 മിനിറ്റോളം വേവിച്ചെടുക്കാം. അപ്പോഴേക്കും തന്നെ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ നിങ്ങൾ വെള്ളം തിളച്ചതിന് ശേഷം തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയാണ് 30 മിനിറ്റ്. വെള്ളം തിളക്കാതെയാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു 40 മിനിറ്റ് 45 മിനിറ്റൊക്കെ എടുക്കും കേട്ടോ. ആവി നന്നായിട്ട് കയറണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ പുഡിംഗ് നന്നായിട്ട് കുക്കായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതേ 30 മിനിറ്റ് ആയിട്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. നമ്മുടെ പുഡിംഗ് എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ കേക്കൊക്കെ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പുഡിങ്ങൊക്കെ നന്നായിട്ട് കുക്കായി എന്നാണ് കേട്ടോ അർത്ഥം. പിന്നെ നമ്മളിത് വെക്കേണ്ട ആവശ്യമില്ല. അഥവാ കുക്കായിട്ടില്ലെങ്കിൽ നിങ്ങളൊരു 5 മിനിറ്റ് കൂടി അടച്ചു വെക്കണം കേട്ടോ. അരമണിക്കൂർ കൊണ്ട് തന്നെ എന്തായാലും റെഡിയായി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ചെറിയ പാത്രമൊക്കെ എടുത്തിട്ട് നല്ല ഹൈറ്റിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെക്കുക. ഇതൊരു 10-15 മിനിറ്റൊക്കെ വെക്കുമ്പോൾ കുറച്ചൊക്കെ ചൂടൊക്കെ മാറിക്കിട്ടും. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. ആ ഒരു ചൂടോട് കൂടിയാകുമ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി പറ്റൂല. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ വിട്ട് വരുന്നില്ലെങ്കിൽ നമുക്ക് സൈഡ് ഭാഗത്ത് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതിയാവും കത്തി കൊണ്ട് തന്നെ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു ബട്ടർ പേപ്പർ കൂടി മാറ്റാം. കണ്ടില്ലേ നമ്മളെ പുഡിംഗ് ഇവിടെ നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തത് മാത്രമേ നമുക്ക് ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ. ചൂടോടുകൂടി ഒരിക്കലും നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റൂല. ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂറോളം നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ഇനി ഇതിൻ്റെ ചുറ്റും ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെനിക്ക് ഫോട്ടോക്ക് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിക്ക് മാത്രം ചെയ്യുന്നതാണ്. ഒരു നിർബന്ധവും ഇല്ല. ഈ ഒരു ചോക്ലേറ്റ് ആക്കാതെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിത് കഴിക്കുന്ന സമയത്ത് റവയാണ് ഇതിൽ ചേർത്തിന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അത്രയും നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണെന്ന്. റവ കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ തരണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് മറ്റുള്ളവരും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാം കേട്ടോ. താങ്ക്